ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. വധഗൂഢാലോചന കേസിൽ 2 CPIM നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. കെ രമയും പ്രോസിക്യൂഷനും നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന വിധി. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി ശരിവെച്ചത് CPMന് ആശ്വാസമാണ്. പ്രതികളുടെ ശിക്ഷാവിധി ഉയർത്തുന്നതിൽ അടുത്ത തിങ്കളാഴ്ച ഹൈക്കോടതി വാദം കേൾക്കും. കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട എല്ലാ പ്രതികളുടെയും അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. 1-ാം പ്രതി MC അനൂപ്, 2-ാം പ്രതി കിർമാണി മനോജ്, 3-ാം പ്രതി കൊടിസുനി, 4-ാം പ്രതി TK രജീഷ്, 5-ാം പ്രതി KK മുഹമ്മദ് ഷാഫി, 6-ാം പ്രതി അണ്ണൻ സുജിത്ത്, 7-ാം പ്രതി K ഷിനോജ്, 8-ാം പ്രതി CPIM കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രൻ, 11-ാം പ്രതി CPIM കടുങ്ങോമ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ട്രൗസർ മനോജ് എന്നിവരുടെ ശിക്ഷാവിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചത്. അപ്പീൽ കാലയളവിൽ ജയിലിൽ മരിച്ച PK കുഞ്ഞനന്ദന്റെ ശിക്ഷാവിധിയും ഹൈക്കോടതി ശരിവെച്ചു. കൊലപാതക പ്രേരണക്കുറ്റം ചുമത്തപ്പെട്ട 18-ാം പ്രതി വായപ്പടച്ച് റഫീഖിന്റെ ശിക്ഷയും ഹൈക്കോടതി അംഗീകരിച്ചു. എല്ലാ പ്രതികളും അടുത്ത തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹാജരാകണം. ഇവരുടെ ശിക്ഷാവിധി ഉയർത്തുന്നത് സംബന്ധിച്ച് ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കും. എല്ലാ പ്രതികളുടെയും ഭാഗം ഹൈക്കോടതി നേരിട്ട് കേൾക്കും. തുടർന്ന് ശിക്ഷാവിധിയിൽ കൂടി വാദം കേട്ട ശേഷമാകും ഹൈക്കോടതിയുടെ തീരുമാനം. വിചാരണ കോടതി വെറുതെ വിട്ട 10-ാം പ്രതിയും CPIM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗവുമായ KK കൃഷ്ണനും 12-ാം പ്രതി CPIM കുന്നോത്തുപാറ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതിബാബുവും കുറ്റക്കാരെന്നും ഹൈക്കോടതി കണ്ടെത്തി. ഇരുവരും എത്രയും വേഗം വിചാരണ കോടതിയിൽ കീഴടങ്ങണം. 2 പ്രതികൾക്കുമെതിരെ ജാമ്യമില്ലാ വാറണ്ടും ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചു. ശിക്ഷാവിധിയിൽ വാദം കേൾക്കുന്ന തിങ്കളാഴ്ച KK കൃഷ്ണനെയും ജ്യോതിബാബുവിനെയും ഹൈക്കോടതിയിൽ ഹാജരാക്കണം. പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന പ്രോസിക്യൂഷന്റെയും KK രമയുടെയും വാദവും ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. ഇതിനു മുന്നോടിയായി കുറ്റക്കാരെ സംബന്ധിച്ച് അതത് ജയിലുകളിലെ പ്രൊബേഷണറി ഓഫീസർമാർ റിപ്പോർട്ട് നൽകണം. സാമൂഹിക പശ്ചാത്തലം, മാനസിക പരിവർത്തന സാധ്യത തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട്. തുടർന്ന് ഹൈക്കോടതി ശിക്ഷാവിധിയിൽ വാദം കേൾക്കും. 1 മുതൽ 7 വരെ പ്രതികൾ വാടകയ്ക്കെടുത്ത കൊലയാളികളാണെന്നുള്ളത് മനസ്സിലാക്കണം. അവർക്ക് ആർക്കും തന്നെ ചന്ദ്രശേഖരനോട് ഒരു വിരോധവുമില്ല വ്യക്തിപരമായിട്ട്. അവരാരും തന്നെ CPMകാരാണെന്നുള്ളത് അവർ ഡിഫൻസ് കേസിന് വേണ്ടി പോലും അവർ പറഞ്ഞിട്ടുമില്ല. പിന്നെ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയുള്ള കരാറെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഗൂഢാലോചന കേസിൽ ഇത്രയധികം ആളുകളെ ശിക്ഷിച്ചിട്ടുള്ള മറ്റൊരു കേസ് ഉണ്ടായിട്ടുണ്ടാവില്ല. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനെ വെറുതെ വിട്ട നടപടിയും ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. മറ്റ് 21 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ തീരുമാനത്തിനും ഹൈക്കോടതിയുടെ അംഗീകാരമുണ്ട്. P മോഹനെ വെറുതെ വിട്ടതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ ആലോചന. റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.